നമ്മളൊരു സൂക്ഷ്മതയുള്ള യഥാർത്ഥ ഒരു വിശ്വാസിയാകണമെങ്കിൽ ഒന്നാമതായി നമുക്ക് വേണ്ടത് രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സുണ്ടാകുന്നത്, അള്ളാഹുവിനെ പേടിക്കുന്നൊരു മനസ്സ്. പരസ്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും മാന്യന്മാരാണ്. ജോലിസ്ഥലത്ത്, അങ്ങാടികളിൽ, സുഹൃത്തുക്കളിടയിൽ ഒരുപക്ഷെ നമ്മളൊക്കെ മാന്യന്മാരാണ്. ഒറ്റക്കാകുമ്പോൾ, ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ, തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് തഖ്വ ഉണ്ടാകുന്നു. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. സൂറത്തുൽ യൂസുഫിലൂടെ മനോഹരമായ ഒരു വിശദീകരണത്തിലൂടെ അള്ളാഹു ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ തൻ്റെ യജമാനൻ്റെ ഭാര്യ തെറ്റിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത്, ആരുമില്ല, ആരും കാണാത്തൊരു സമയത്ത്, എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് ഇങ്ങോട്ട് വാ എന്ന് മോശത്തരത്തിലേക്ക് തന്നെ ക്ഷണിക്കുമ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഖാല മഅദല്ലാഹ്, ഞാൻ എൻ്റെ രക്ഷിതാവിനോട്, ഞാൻ എൻ്റെ റബ്ബിനോട് ശരണം തേടുന്നു എന്നാണ്. ആ വിശ്വാസമാണ് ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവണം. റബ്ബിനെ പേടിക്കുന്ന ഒരു മനസ്സുണ്ടാകണം. സമൂഹത്തെയല്ല, നാട്ടുകാരെയല്ല, മാതാപിതാക്കളെയല്ല, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു മനസ്സ് നമുക്കും നമ്മുടെ മക്കൾക്കും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തഖ്വയുള്ളതായിത്തീരും. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന ഉപദേശങ്ങളെ വിശദീകരിക്കുമ്പോൾ അതിലൊരു ഉപദേശം, യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. മോനെ, നീ ചെയ്യുന്ന കാര്യം ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും, ഒരു കടുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും, ആകാശഭൂമികൾക്കുള്ളിൽ നീ എവിടെ വെച്ച് ചെയ്താലും, ഏത് പാറക്കട്ടിലുള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും യഅതി ബിഹല്ലാഹ്, അല്ലാഹ് അത് കൊണ്ടുവരും. അല്ലാഹ് അതിന് ശിക്ഷ നൽകുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ, ആ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ മനസ്സിനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താൻ നമുക്ക് കഴിയണം.